നമസ്കാരം. ആർത്തവാവധി നിയമം വഴി നിർബന്ധമാക്കിയാൽ സ്ത്രീകളെ നിയമിക്കുന്നതിൽ നിന്ന് തൊഴിലുടമകൾ പിന്മാറാൻ സാധ്യതയുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ഇത് സ്ത്രീകളുടെ കരിയർ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. ആർത്തവ അവധി നൽകുന്നത് സംബന്ധിച്ച തീരുമാനം സർക്കാരിന്റെ നയപരമായ കാര്യമാണെന്നും കോടതി പറഞ്ഞു. ഇക്കാര്യത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തോട് ഉചിതമായ നയം രൂപീകരിക്കുന്നത് പരിഗണിക്കാൻ കോടതി നിർദ്ദേശിച്ചു. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. ചാലക്കുടിയിൽ ട്രെയിനിൽ നിന്നും പുഴയിലേക്ക് വീണ ആളുടെ മൃതദേഹം കണ്ടെത്തി. കാസർഗോഡ് സ്വദേശി അച്യുതാനന്ദൻ ഷേണായിയാണ് മരിച്ചത്. ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 7 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പിടികൂടി. കുന്നുകര സ്വദേശി തെക്കനത്ത് വീട്ടിൽ പൗലോസിനെയാണ് എറണാകുളം കോതമംഗലം കവളങ്ങാട് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ചാലക്കുടിയിൽ ട്രെയിനിൽ നിന്നും പുഴയിലേക്ക് വീണ ആളുടെ മൃതദേഹം കണ്ടെത്തി. കാസർഗോഡ് സ്വദേശി അച്യുതാനന്ദൻ ഷേണായിയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 10:30 ചാലക്കുടി റെയിൽവേ പുഴ പാലത്തിൽ നിന്നും വേണാട് എക്സ്പ്രസിൽ യാത്ര ചെയ്യവേ ഇയാൾ പുഴയിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സും തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് ചാലക്കുടി പുഴ പാലത്തിന് 500 മീറ്റർ അകലെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കരയാമ്പറമ്പിൽ താമസിക്കുന്ന ഇയാൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജീവനക്കാരനാണ്. ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 7 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പിടികൂടി. കുന്നുകര സ്വദേശി തെക്കനത്ത് വീട്ടിൽ പൗലോസിനെയാണ് എറണാകുളം കോതമംഗലം കവളങ്ങാട് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. കല്ലേറ്റുങ്കര സ്വദേശിനിയുടെ മകൾക്ക് 45 ദിവസത്തിനുള്ളിൽ ഫെഡറൽ ബാങ്കിൽ ജോലി ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 2019 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായാണ് 2 ലക്ഷം രൂപ ഇയാൾ കൈക്കലാക്കിയത്. പണം നൽകിയിട്ടും ജോലി ശരിയാക്കി കൊടുക്കുകയോ വാങ്ങിയ തുക തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് ആളൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതി പ്രകാരം കേസെടുക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം കഴിഞ്ഞ 7 വർഷമായി പ്രതി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. പിടികിട്ട പുള്ളികളെ പിടികൂടുന്നതിനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ആളൂർ പോലീസ് സ്റ്റേഷൻ GSIമാരായ ജയകുമാർ, സലീം, CPOമാരായ ശ്രീജിത്ത്, ആകാശ്, ഡാനിയൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മാള അണ്ണല്ലൂർ നെഹ്റു സ്മാരക LP സ്കൂളിൽ 60ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും പൂർവ്വ വിദ്യാർത്ഥി ദിനവും അംഗനവാടി വാർഷികവും ആഘോഷിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറെ സന്തോഷകരമായ ഈ ചടങ്ങിൽ എത്തിച്ചേരുന്നത് തന്നെ വളരെ ഒരു കാര്യമായിട്ട് കാണുകയാണ്. വളരെ നേരത്തെ എത്തണമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കൃത്യം 10 മണിക്ക് തന്നെയാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. അതിൻ്റെ ഇടയിലാണ് ഒട്ടനവധി പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഈ പദ്ധതി വർഷം 25, 26 അതുകൊണ്ട് 26, 27 വാർഷികത്തിൽ പൂർത്തീകരിക്കേണ്ട ടൈമായതുകൊണ്ടാണ് നേരെ ക്ഷമയോടെയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കൊച്ചു മക്കളുടെ ഏകദേശം അവരുടെ കായിക കലാപരമായ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ആഘോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന് ശേഷം ഒട്ടനവധി പരിപാടികളുണ്ട്. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മളുടെ കൊച്ചുമകളിൽ ഉണ്ടാകുന്ന കായികപരമായും വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ സ്വഭാവ രൂപീകരണവും എല്ലാം തന്നെ അവരുടെ പ്രായത്തിനനുസരിച്ച് വരുമ്പോൾ അവരെ നല്ല നിലയിൽ കൊണ്ടുവരേണ്ടതും രാജ്യത്ത് നല്ല പൗരന്മാരായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നതാണ് നമ്മളെ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ നമ്മളെ അധ്യാപകരും. വാർഡ് മെമ്പർ AG ഗീത അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയായ പൂമംഗലം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ VP ജിഷ്ണു വിശിഷ്ടാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ VS രാജേഷ്, മുൻ മാനേജർ TP ചന്ദ്രൻ, ഭൂമിമിത്ര വനമിത്ര അവാർഡ് ജേതാവ് VK ശ്രീധരൻ, NL ജേക്കബ്, KV മീനാകുമാരി, KA സിന്ധു, MR ആതിര, VJ ശങ്കരൻ, ധർമ്മപാലൻ, KK അജയ്കുമാർ, അഷിത സുജിത്, ലൈജു കണത്ത്, CK തിലകൻ, രമ്യ വിക്രമൻ, അരവിന്ദാക്ഷൻ തൊഴുത്തിങ്കൽ, സജിത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. രൂക്ഷമായ പാചകവാതക പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കുക, അന്യായമായ വില വർധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. യുദ്ധം ആരംഭിച്ച് ദിവസങ്ങൾ ഒരുപാട് പിന്നിടുകയാണ്. യുദ്ധത്തിൻ്റെ തൊട്ടു മുമ്പ്
സഖാവ് രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ചു. ഇസ്രായേലിൻ്റെ ഭരണത്തലവനുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രസിഡന്റിനെ എൻ്റെ ഫ്രണ്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യുദ്ധത്തിനെതിരായി ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച അമേരിക്ക അടിച്ചേൽപ്പിച്ച ഇസ്രായേൽ അടിച്ചേൽപ്പിച്ച യുദ്ധം സമാനതകളില്ലാത്ത ലോക മഹായുദ്ധമായി മാറുകയാണ്. ഇത്തരം യുദ്ധങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ലോക സമാധാനമാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം. CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. TK സന്തോഷ്, M രാജേഷ്, CS രഘു, VM വത്സൻ, KV ഉണ്ണികൃഷ്ണൻ, PK രാധാകൃഷ്ണൻ, അരുൺ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെമ്പൂച്ചിറ GHS സ്കൂളിൽ നിർമ്മിച്ച ശുചിമുറി ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാപ്പിള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ സബിത സതീഷ് കുമാർ, PR ഷാജൻ, PTA പ്രസിഡന്റ് PS പ്രശാന്ത്, പ്രിൻസിപ്പൽ ഇൻചാർജ് ചാൾസ് വർഗീസ്, ഹെഡ് മിസ്റ്റേഴ്സ് കൃപാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആൽഫ പാലിയേറ്റീവ് മാള സെന്റർ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മാള ജുമാ മസ്ജിദ് ഇമാം സുബൈർ മന്നാനി ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ഇഫ്താർ സംഗമം അതിൽ നിന്നും വ്യതിരിക്തമായി നിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ അന്തർലീനമായി കിടക്കുന്ന ചില ചിന്തകളെ, ചില വിചാരങ്ങളെ ഒന്ന് തട്ടിയുണർത്തണം എന്നുള്ള ഒരാഗ്രഹം ഇതിലൂടെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് വ്യതിരിക്തമായ ഒരു ഇഫ്താർ സംഗമം എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളവർ ആരോഗ്യമുള്ളവരാണ് അല്ലേ? പൂർണ്ണ ആരോഗ്യവാന്മാരുണ്ട്, അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഒരു ഭാഗികമായി ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരും, എന്നിരുന്നാലും ആരോഗ്യവാന്മാരാണ്. പക്ഷേ മറ്റൊരു വിഭാഗം ആൾക്കാരുണ്ട്, ഇവിടെ ഇല്ല ആ വിഭാഗം. ആ വിഭാഗം വേദനയുമായി ജീവിക്കുന്നവരാണ്. ആൽഫ മാള പ്രസിഡന്റ് A അഷഫ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാജു വർഗീസ്, ഡോക്ടർ അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടിയിൽ ട്രെയിനിൽ നിന്നും പുഴയിലേക്ക് വീണ ആളുടെ മൃതദേഹം കണ്ടെത്തി. കാസർഗോഡ് സ്വദേശി അച്യുതാനന്ദൻ ഷേണായിയാണ് മരിച്ചത്. ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 7 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പിടികൂടി. കുന്നുകര സ്വദേശി തെക്കനത്ത് വീട്ടിൽ പൗലോസിനെയാണ് എറണാകുളം കോതമംഗലം കവളങ്ങാട് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.